بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം, മക്കളുടെ പേരിടുന്ന വിഷയത്തിൽ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്ന അരാജകത്വങ്ങൾ ഏറെയാണ്. ഒരു അർത്ഥവുമില്ലാത്ത പ്രാസമൊപ്പിച്ച്, മൂത്തയാളുടെ പ്രാസമൊപ്പിച്ച് ഇളയാൾക്കും ഇടുന്ന ഒരു പ്രവണതയാണ് ഇന്ന് കാണാറുള്ളത്. ഇത് ശരിക്കും ഇസ്ലാമികമല്ല. ഇസ്ലാമികമായിട്ട് പേരിടുന്നത് തന്നെ ചരിത്രത്തിന്റെ പിന്നാലെ സഞ്ചരിച്ചു നോക്കിയാൽ മഹാരഥന്മാരുടെ പേരുകളെല്ലാം അർത്ഥവും അതിൻ്റെ പിന്നിൽ ചരിത്രപരമായിട്ട് മഹത്തുക്കളുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇടാറ്. ഇന്ന് നല്ല പേരിടും മുഹമ്മദ് എന്ന്, അതിനുശേഷം ദുനിയാവിലില്ലാത്ത ഏതെങ്കിലും ഒരു പേര് കൊണ്ടുവയ്ക്കും. അതിന് നല്ല അർത്ഥം പോലും ഉണ്ടാവില്ല. എന്നിട്ട് ഉസ്താദിനോട് ചോദിക്കും, ഉസ്താദെ ഇതിൻ്റെ അർത്ഥം എന്താ? ഉസ്താദിന് ഇത് വല്ലതും അറിയാവോ? ഈ ദുനിയാവിലില്ലാത്ത വാക്കിൻ്റെ അർത്ഥം ആ പാവം എവിടെ പോയി കണ്ടുപിടിക്കും? ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ധാരാളം ആളുകൾ ഒരുപാട് പണ്ഡിതന്മാരെ വിളിച്ച് അന്വേഷിച്ചും ഈ ആവശ്യമില്ലാത്ത പേരുകളുടെ പിന്നാലെ പരക്കം പായുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് അഹബ്ബുൽ അസ്മാ, നല്ല പേര് ഇടണം എന്നാണ്. നിങ്ങൾ നോക്കിയ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വലില്ലാഹി അസ്മാഉൽ ഹുസ്ന, അള്ളാഹുവിന് നല്ല സുന്ദരമായ നാമങ്ങൾ ഉണ്ടെന്നാണ്. അസ്മാഉൽ ഹുസ്ന എന്ന അള്ളാഹുവിന്റെ നാമങ്ങൾക്ക് അള്ളാഹു പേര് വെച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കിയേ, അസ്മാഉൽ ഹുസ്ന, നല്ല നാമങ്ങൾ. അള്ളാഹുവിന്റെ 99 നാമങ്ങൾ അത് പഠിച്ചിരിക്കണം. ആ പേരുകളുടെ മഹത്വവും പ്രാധാന്യവും വെച്ചുകൊണ്ടും മനുഷ്യരായ നമ്മൾ നമ്മുടെ മക്കൾക്കിടുന്ന പേരുകൾക്ക് എന്തുകൊണ്ട് ഈ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നില്ല? തോന്നും പോലെ ഇടുന്നു. എല്ലാവർക്കും വെറൈറ്റി വേണം. ഇപ്പൊ അതാ പ്രശ്നം. ഫാത്തിമ എന്നിടൂല, അല്ലെ ഫാത്തിമ എന്നൊരു ഫാഷനായി. ഫാത്തിമക്ക് ശേഷം വേറെ എന്തെങ്കിലും ഒരു പേര്, അല്ലെങ്കിൽ ജമീല, അല്ലെങ്കിൽ പിന്നെ ഖദീജ, ആയിഷ, ഇങ്ങനെയുള്ള നല്ല പേരുകളുടെയൊക്കെ പിന്നാലെ ദുനിയാവിൽ ഇല്ലാത്തൊരു പേരും കൂടെ ചേർത്താലാണ് ഇന്നത്തെ മാതാപിതാക്കൾക്ക് സമാധാനമാവുള്ളൂ. മഹാനരായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ പരാതി വരികയാണ്. ഒരു മനുഷ്യൻ വന്ന് പരാതി പറയുന്നു, തങ്ങളെ, ഉമർ തങ്ങളെ, എൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല. കുഞ്ഞിനെ വിളിച്ച് ഉമർ റളിയല്ലാഹുവിനെ ചോദിച്ചു, എന്തേ മോനെ നിന്റെ പ്രശ്നം? നീ എന്തേ നിന്റെ പിതാവിനെ അനുസരിക്കാത്തത്? ഉമർ റളിയല്ലാഹുവിനോട് ആ പൊന്നുമോൻ പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ പെട്ടതാണ്. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളെ, ഒരു നല്ല പേര് പോലും എൻ്റെ വാപ്പ എനിക്ക് വെച്ചിട്ടില്ല. ജുഅൽ എന്നാ വെച്ചേക്കണേ, കരിവണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു നല്ല പേര് പോലും എനിക്ക് വെച്ചിട്ടില്ല, ഞാൻ എങ്ങനെ നന്നാവുമെന്നാണ്. ഉമർ റളിയല്ലാഹു കർശന സ്വരത്തിൽ അദ്ദേഹത്തോട് പറഞ്ഞു, പേര് മാറ്റി നല്ല പേര് വെക്കാൻ. സഹോദരൻ, അത്രത്തോളം പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ പേരിന്. എങ്ങനെയൊക്കെയാണ് പേര് വെക്കേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ജനിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ പേര് വിളിക്കണം എന്നാണ്. കൊച്ചിന്റെ കൈ കെട്ടിയാൽ അപ്പം തന്നെ പേര് വിളിക്കണം എന്നാണ്. ഇനി കഴിഞ്ഞില്ലെങ്കിൽ 7ന്റെ അന്ന് പേര് വിളിക്കണം. 7ന്റെ അന്ന് പേരിടണം. അതിനുശേഷം അക്കീക്ക അറുക്കണം. അതിനുശേഷം മുടി കളയണം. ഇങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് നിയമങ്ങൾ. ഈ രീതിയിൽ നമ്മൾ ചെയ്യണം. പേരിടൽ, പേര് വിളിക്കുക എന്ന സുന്നത്താണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഒരു കുഞ്ഞാണെങ്കിലും ആ കുഞ്ഞ് ജനിച്ചപ്പോഴേ അല്ലെങ്കിൽ മരണപ്പെട്ടാണ് ആ കുഞ്ഞ് വന്നതെങ്കിലും ആ കുഞ്ഞിന് കബറടക്കുന്നതിനും പേര് വെക്കണമെന്നാണ്. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പേര് വിളിക്കുന്ന വിഷയത്തിൽ നമ്മൾ മോശമായ പേരിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്നക്കും തുദ്ഔന യൗമൽ ഖിയാമ, ഇന്നക്കും തുദ്ഔന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിങ്ങളെ വിളിക്കപ്പെടും, ബിഅസ്മാഇക്കും, നിങ്ങളുടെ നാമങ്ങളെ കൊണ്ട്. ഇപ്പൊ എൻ്റെ പേര് സുഫിയാൻ എന്നാണ്. അള്ളാഹു നാളെ ഖിയാമത്ത് നാൾ എന്നെ വിളിക്കുന്നത് സുഫിയാൻ എന്നാണ്. മാത്രമല്ല വാസ്മായി ആബായിക്കും, എൻ്റെ വാപ്പായുടെ പേര് നാസർ എന്നാണ്. അപ്പൊ നാസറിന്റെ മകൻ സുഫിയാൻ എന്ന് വിളിക്കും. നിങ്ങളെ പേരും നിങ്ങളുടെ വാപ്പായുടെ പേരും അള്ളാഹു വിളിക്കും ഖിയാമത്ത് നാളിൽ. മാത്രമല്ല, അതുകൊണ്ട് ഫാഹിസിനു അസ്മാക്കും, നിങ്ങളുടെ പേരുകളെയൊക്കെ ഒന്ന് ചൊവ്വാക്കണേ എന്ന് ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം നബവി തങ്ങൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് തുസമ്മു ബിഅസ്മാഇൽ അംബിയാ, അംബിയാക്കന്മാരുടെ പേര് വെക്ക്, ഔലിയാക്കന്മാരുടെ പേര് വെക്ക്. മഹാനായ മുഹീദ്ദീൻ ശൈഖിന്റെ, റിഫായി തങ്ങളുടെ,
അതുപോലെ ആദം നബി മുതൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയില്ല ലക്ഷക്കണക്കിന് അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ ലോകത്തുണ്ടല്ലോ. അതുകൊണ്ട് നല്ല ലക്ഷണമൊത്ത പേര് വെക്കുക, നല്ല അർത്ഥമുള്ള പേര് വെക്കുക. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവർ പഠിപ്പിക്കുന്നു, തുസമ്മു ബി അസ്മാഇൽ അംബിയാ, മഹാന്മാരെ പഠിപ്പിക്കാൻ അമ്പിയാക്കന്മാരുടെ പേര് നിങ്ങൾ വെക്കണം. വഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ട, ഇഷ്ടമുള്ള, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നാമങ്ങളിൽ അബ്ദുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരാണ്. അതുപോലെ തന്നെ അബ്ദുർ റഹ്മാൻ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകളാണ് ഇതൊക്കെ ഇന്ന് ഔട്ട് ഓഫ് ഫാഷനായി. അറബി ഭാഷ പോലും അല്ലാത്ത, അറബി ഭാഷയുമായിട്ട് ഒരു പുലബന്ധു പോലും ഇല്ലാത്ത ഫ്രഞ്ചും അതുപോലെ പാശ്ചാത്യ ഭാഷകളിൽ നിന്ന് കടമെടുക്കുന്ന പേരുകൾ ഇന്ന് മക്കൾക്ക് ഇടുന്നു. മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പർവ്വതത്തിൻ്റെ അടുത്തുകൂടെ നടന്നു പോവുകയാണ്. ആ പർവ്വതത്തിൻ്റെ അടുത്തുകൂടെ നടന്നു പോയപ്പോൾ ഹബീബായ നബി തങ്ങൾ സ്വന്തം സഹപ്രവർത്തകരായ കൂട്ടുകാരായ സ്വഹാബാക്കളോട് ചോദിച്ചു, സ്വഹാബത്തെ, ഈ പർവ്വതത്തിന്റെ പേരെന്താണ്? ആ മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞു, ഫാലിഹ് എന്നാണ് നബിയെ ആ മലയുടെ പേര്. വേറൊരു പേരുമുണ്ട്, മുക്സി എന്നാണ്. എന്താണ് ഈ രണ്ടിന്റെ അർത്ഥം? ഫാലിഹ് എന്ന് പറഞ്ഞാൽ നിന്ദ്യമായത് എന്നാണ്, മറ്റത് ഏറ്റവും വളരെ മോശമായത് എന്നാണ്. അപ്പൊ നിന്ദ്യവും മോശമായത് എന്നൊരു അർത്ഥം വരുന്ന ഒരു പർവ്വതത്തെ അള്ളാഹുവിന്റെ റസൂല് കണ്ടപ്പോൾ വളരെ വേഗത്തിൽ അവിടെ നടന്നുപോയി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമ്മളെ മക്കൾ ജനിക്കുമ്പോൾ അവർക്ക് അള്ളാഹു പൊരുത്തപ്പെട്ട പേരിടുക. മറിയം ഇബ്നത്ത് ഇമ്രാൻ അല്ലത്തി അഹ്സനത്ത് ഫർജഹ എന്ന് ഖുർആൻ. മറിയം ബീവിയുടെ നല്ല പേരാണ്. ഇപ്പൊ ഒരുപാട് ആളുകൾ അത് ഇടുന്നുണ്ട്. അതുപോലെ അർത്ഥമുള്ള നല്ല പേരുകൾ നമ്മുടെ മക്കളെ വിളിക്കണം. അവരെ അതുപോലെ തന്നെ മക്കളെ ഇടം പേരിട്ടും അവരുടെ പേരല്ലാത്ത പേരും വെച്ച് വിളിക്കുന്ന പ്രവണതയൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വളരെ വളരെ സ്നേഹത്തോടു കൂടി പറയുന്നു, മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്പിയാക്കന്മാരുടെ പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമ്പിയായിൽപ്പെട്ട മഹാനാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി തങ്ങളുടെ പേര് മുഹമ്മദ് എന്നാണല്ലോ. മുഹമ്മദ് എന്ന് പേര് വെച്ചാൽ, ഒരു കൊച്ചിന് പേര് വെച്ചാൽ എന്തെല്ലാമാണ് കടമകളെന്ന് നോക്കിയേ. അള്ളാഹുവിന്റെ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, ഇതാ സമ്മൈത്തുമുൽ വലദ മുഹമ്മദാ, മുഹമ്മദ് എന്ന് നിങ്ങളുടെ ഒരു കുട്ടിക്ക് പേര് വെച്ചാൽ ഫാക്കിരിമൂ, ആ കുട്ടിയെ ബഹുമാനിക്കണമെന്ന്. മുഹമ്മദിന്റെ പേര് വെച്ചതിന്റെ കാരണത്താൽ മാത്രം. കാരണം ഹബീബായ നബി തങ്ങളുടെ പേരല്ലേ മുഹമ്മദ്. ആ മുഹമ്മദ് എന്ന് പേര് വെക്കപ്പെട്ട ആളെ നമ്മൾ ബഹുമാനിക്കണ്ടേ. മഹാന്മാര് പറയുന്നു, ഔസിഉ ലഹു ഫിൽ മജാലിസി, ഒരു മജ്ലിസിൽ വരുമ്പോൾ അവർക്ക് വിശാലത ചെയ്തു കൊടുക്കും. ഇത് ആരാ ഇന്ന് ഈ വർത്തമാന കാലഘട്ടത്തിൽ ആരാ ഇതൊക്കെ മനസ്സിലാക്കുന്നത്? വലാ തഖ്ബഹു ലഹു, ഒരു കാരണവശാലും അവരോട് കോപിക്കരുത്. മഹാന്മാരായ ഉലമാക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ അവരൊക്കെ പേര് വെക്കുമ്പോൾ അർത്ഥമറിഞ്ഞ് ചരിത്രമറിഞ്ഞ് പേര് വെക്കും. ഒരു വാപ്പ മോനിക്ക് സുലൈമാൻ എന്ന് പേര് വെച്ചു. വാപ്പയോട് ചോദിച്ചു, എന്താ വാപ്പ നിങ്ങൾ സുലൈമാൻ എന്ന് പേര് വയ്ക്കാൻ കാരണം? ആ പിതാവ് പറഞ്ഞത് 3 കാര്യങ്ങളാണ്. എൻ്റെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേര് ഞാൻ വെക്കാനുള്ള കാരണം, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 3 കാര്യങ്ങൾ അള്ളാഹു കൊടുത്തു. ഒന്ന്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നത്, ഒന്ന് സുലൈമാൻ നബിക്ക് ചക്രവർത്തി, ലോകത്തിനെ അടക്കി ഭരിക്കാനുള്ള അധികാരം കൊടുത്തു. 2, ലോകത്തുള്ള മുഴുവൻ സമ്പത്തിൻ്റെ യജമാനാക്കാമെന്ന് പറഞ്ഞു. 3, ഇൽമ് കൊടുക്കാമെന്ന് പറഞ്ഞു. മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇൽമ് കരഗതമാക്കിയപ്പോൾ, കവർന്നെടുത്തപ്പോൾ ഈ പറയപ്പെട്ട എല്ലാം അള്ളാഹു കൊടുത്തു. അങ്ങനെ ആ പിതാവ് സുലൈമാൻ എന്ന് പേര് വെച്ചു. അതുപോലെ ചരിത്രം അറിയണം. ഇപ്പൊ നമ്മുടെ കൂട്ടുകാരൻ റിഫായി എന്ന് പേര് വെച്ചു. ഇതൊരു മഹാനായ വലിയന്റെ പേരാണ്. ആരാണ് റിഫായി? ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ വലിയ മഹാനരായ പണ്ഡിതനാണ്. ചില ആൾക്കാർ മുഹീദ്ദീൻ എന്ന് വെക്കുന്നു, ചില ആൾക്കാർ മുഹമ്മദ് എന്ന് വെക്കുന്നു, ചില ആൾക്കാർ ഫാത്തിമ എന്ന് വെക്കുന്നു. എന്തുകൊണ്ടാ ഫാത്തിമ എന്ന് പേരിടാൻ കാരണം? ഹബീബായ നബി തങ്ങളുടെ മകളുടെ പേര് ആ ഒരൊറ്റ കൺസെപ്റ്റാണ്. കുറെ ആളുകൾ ആയിഷ ബീവി എന്നിടുന്നു, ആയിഷ എന്നിടുന്നു. എന്താണ് അതിന്റെ കാരണം? ആയിഷ ബീവി എന്ന ബുദ്ധികൂർമ്മതയുള്ള പെണ്ണിനെയാണ് അതിൽ നിന്ന് പരിചയപ്പെടുന്നത്. സഹോദരങ്ങളെ, പേര് പോലെ നമ്മൾ ആവാനും ശ്രമിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇസ്മും മുസമയും വെക്കുക. മുഹമ്മദ് എന്ന് പേരിട്ട് പിന്നെ തെമ്മാടിത്തരം ചെയ്യാൻ പോവാതിരിക്കുക. മുഹമ്മദ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ സന്തോഷവാന്മാരായി മാറുക. അള്ളാഹു നമ്മുടെ കാര്യങ്ങളെല്ലാം സലാമത്താക്കി തരുമാറാവട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരുപാട് അർത്ഥങ്ങൾ അലഞ്ഞന്വേഷിച്ച് ആധുനികതയുടെ പ്രസരിപ്പിൽ മുങ്ങി
മക്കളെ ഒരുപാട് ആവശ്യമില്ലാത്ത പേരിട്ട് വലിച്ചഴക്കരുത്. നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ട കാര്യങ്ങളാണ്. അള്ളാഹുവെ, ഞങ്ങളുടെ മക്കളെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹ്. ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകണേ അള്ളാഹ്. പ്രസ്ഥാനങ്ങളൊക്കെ വിജയിപ്പിക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.